അനീഷ് എന്ത് പറഞ്ഞു മോളെ? അവൻ നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ശ്രീയേട്ടനായിരുന്നു ഫോണില്. എന്നിട്ട് ശ്രീ എന്താ പറഞ്ഞേ? എന്തു പറയാനാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ നിനക്ക് നാളെ പരീക്ഷയിലല്ലേ, നീ വീട്ടിലേക്ക് പോക്കോ. അമ്മയും കൂടെ ഇവിടെ തന്നെ നിൽക്കട്ടാ. അതിങ്ങനെ ഞാനും കുഞ്ഞും കൂടെ പോവാം. ഞാൻ പോയി ബില്ലപ്പി എടുക്കട്ടെ. ശ്രീയേട്ടൻ കുറ്റം പറഞ്ഞെങ്കിലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കിടന്ന് ഒറ്റക്കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ദണ്ണം വരും. എന്നോടൊരു 100 പ്രാവശ്യം പറയണതാ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന്. എൻ്റെ കയ്യിൽ തന്ന ബില്ല എന്നിട്ട് കൊണ്ടുവന്ന് കളഞ്ഞിട്ട്. അപ്പൊ നീ എന്താ റെഡി ആയിക്കേ? എന്നിട്ട് ഇപ്പൊ കുറ്റം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോ ഒന്ന് പോയി ബാഗ് എടുത്തിട്ടേ. ഫോൺ. എന്റെ താക്കോലെവിടെ? താക്കോലി നിന്റെ ബാഗിലില്ലേ? ബാ പോയിട്ട് വരാം അമ്മേ. ഹലോ അമ്മ, ഒരു മിനിറ്റ്. ഹലോ അമ്മ, പിന്നെ അന്ന് ബാംഗ്ലൂരിൽ വിനീത് പോയപ്പോഴേ ചേട്ടൻ ഒരു നീല കളർ ബാഗ് എടുത്തുകൊണ്ട് പോയിണ്ടായിരുന്നില്ലേ? അതിന്റെ ഉള്ളിലത്തെ അറിയിലുണ്ടെന്ന് നോക്കുവോ? ഇല്ലില്ല, ഞാൻ വിളിച്ചിട്ട് അവനെ കിട്ടണില്ല. അമ്മ ഒരു കാര്യം ചെയ്യോ, അപ്പുറത്തെ ബേബി ചേട്ടനെ വിളിച്ചിട്ടേ അവനെ എന്നോടൊന്ന് വിളിക്കാൻ പറയോ? ശരി ശരി. തുമ്പ് കിട്ടിയാ എടി? അതെ, ഈ കളഞ്ഞു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് വഴിപാട് നേരുന്ന ഒരു അമ്പലം ഉണ്ടല്ലോ. അതിന്റെ പേരാണെങ്കിൽ എനിക്ക് കിട്ടണില്ല. ഞാൻ നോക്കിയിട്ട് മെസ്സേജ് കേട്ടാ. എടി നീ വഴിപാട് ഒന്ന് കുന്നാണെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറ. എനിക്കിത് തപ്പാണ്ട് വേറെ നിവർത്തിയില്ല. എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. എടേ, എത്ര നേരം കിടന്ന് വിളിക്കണ്? ഉറങ്ങി കിടക്കണം അമ്മേനെ വിളിച്ചുണർത്തിയിട്ടാണ് ഒന്ന് കിട്ടണത്. ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട് നീ എന്തെടുക്കണേണ്? അതെ, നീ അന്ന് കൊണ്ടുപോയില്ലേ ഒരു നീല കളർ ബാഗ്? അതിൻ്റെ അകത്തൊന്ന് നോക്കോ? ശരി, എന്നാല് നോക്കിയിട്ട് വിളിക്ക്. ഹലോ, ശ്രീയേട്ടൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. കിട്ടില്ലേ? കിട്ടും, ടെൻഷൻ അടിക്കല്ലേ. അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, മോക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, എന്നാലേ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ട് വിളിക്കാം. ശരി. മോനെ, അപ്പൊ നീ കൂടെ ഒന്ന് പോയി നോക്കടാ. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എത്ര രൂപ പോകുന്നെന്ന് അറിയോ? പോയി തപ്പ്.
അപ്പു എണീറ്റേടാ. അപ്പു നോക്കി വലിയ കിട്ടി. കിട്ടിയാ? എവിടുന്ന് കിട്ടി? എന്റെ കയ്യിൽ ഒട്ടിയിരുന്നാടാ. ആ ഹലോ അമ്മ ആ അപ്പൊ ബില്ല് കിട്ടി. എന്റെ ഭഗവാനെ, ഓ എത്ര പ്രാർത്ഥിച്ചല്ലേ ബില്ല് കിട്ടിയെന്ന്. ബില്ല് ഒന്നും പറയണ്ടി, നീ വീട്ടിൽ തപ്പാൻ ഒരു ഒറ്റയിടവും ബാക്കിയുണ്ടായില്ല. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എൻ്റെ കുഞ്ഞെ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കഷ്ടകാലമുള്ള സമയമാണ്. ആ ദേവിയുടെ അമ്പലത്തിൽ കയറിയിട്ടേ 2 രക്തപുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോരേട്ടാ. ശരി മേന. ആ എടി കിട്ടി കുട്ടഞ്ചേരി ഭഗവതി. അതെ, നീ ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു കുട്ടഞ്ചേരിയും വഴിപാട് തരും. ബില്ല് എന്തായാലും കിട്ടൂടി. എടി എടി കിട്ടി, ബില്ല് കിട്ടി. നീ പോയി കിടന്ന് ഉറങ്ങട്ടാ, ഞാൻ എന്താച്ചാ ചെയ്യാ. ഹലോ, ആണോ? അടിപൊളി അടിപൊളി. അപ്പൊ ധൈര്യമായിട്ട് വിട്ടോ, കാശ് കിട്ടിയിട്ട് ചെലവ് ചെയ്യണേ. സുന്ദരിക്കുട്ടി എങ്ങോട്ടേ ഓടണേ? അമ്മ ആയിരുന്നോ? ബില്ല് എവിടെ ഇരുന്ന മോളെ? എവിടെ ഇരുന്ന് അവനോട് വെക്കണം, അവന്റെ കയ്യിൽ ഒട്ടിയിരിക്കണല്ലായിരുന്ന. എനിക്കറിയാൻ പാടില്ല അച്ഛമ്മേ. ഒറ്റ ദിവസം കൊണ്ട് എന്തുമാത്രം തീ തീറ്റിട്ടെന്നറിയോ? എന്നമ്മേ തീരുന്ന പ്രശ്നമല്ല, ഇപ്പൊ ആ വീട് കിടക്കണ കോലം കണ്ടുണ്ടല്ലോ, അതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ അമ്മയുടെ കുടുംബശ്രീ വീട്ടിലെ മൊത്തം ആൾക്കാരും കൂടെ ഒരു തെച്ച് പണിയെടുക്കണം. അത് കുഴപ്പമില്ല, കിട്ടിയല്ല. അമ്മേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ കടയിലോട്ട് പോവാം. അവിടെ അവര് ക്യാഷ് ചെക്ക് ആയിരിക്കും തരണേ. അങ്ങനെയാണെങ്കിൽ നേരെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പൈസ മേടിച്ചോണ്ട് വരാലോ. അതെ അതെ, ഇവിടെ കണ്ടോ കുപ്പിന്ന് ഇറങ്ങിയ ബൂത്തിനെ പോലെ ഫുൾ ടൈം ബില്ല് വന്നോണ്ടിരിക്കണം. കൊടുക്കാൻ നോക്കും മോളെ. അമ്മ അയച്ചോ, ഞാൻ ഇറങ്ങും അമ്മ. ആ ശരി. അമ്മേ, ഈ 50 കോടിയിൽ എത്ര പൂജ ഉണ്ടാവും? ആ ഞാനെണ്ണി നോക്കിയിട്ടില്ല, ആർക്കറിയടാ അതൊക്കെ. മാഡം ബില്ല്. താങ്ക് യു മാഡം. വരൂ. നമസ്കാരം സാർ. ഇരിക്കൂ. ഈ വിനീത് കുമാർ കൗങ്കിലാരാ? എന്റെ അനിയനാ സാറേ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആ ബില്ല് എവിടെ? ബില്ല് ഞാൻ കൊടുത്തായിരുന്നു. ഇവരുടെ ബില്ലാരാ വാങ്ങിയത്? ഒന്ന് കൊണ്ടുവരൂ. ശരി. പേര്? രാധാമണി. മോന്റെ പേരെന്താ? അപ്പു. ആദിത്യരാജ് എന്നാണ്. ആണല്ലേ, നൈസ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലാ. ഞങ്ങളുടെ ജ്വല്ലറിയുടെ 75-ാം പിറന്നാളാ. ഒരു ജ്വല്ലറി 75 വർഷം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല, വലിയ പാടാ. ബില്ല് ആരും വാങ്ങിയിട്ടില്ല സാർ. അയ്യോ അല്ല, ഞാൻ കൊടുത്തതാണല്ലോ. ആണോ? ആ എൻ്റെ അടുത്ത് മേടിച്ചാണ്. ഇവരുടെ സാറെ കോട്ടിട്ട ആളല്ല, നീല ഷർട്ട് ഇട്ട്. ഇവരുടെ ബില്ലാരാ വാങ്ങിയത്? സാബു ആണോ? സാബു ഒന്ന് ലീവാണ് സാർ. ഓ, മേഡം ഒരു കാര്യം ചെയ്യും, ഇവരുടെ കൂടെ ചെല്ലേ, എന്നിട്ട് നോക്കൂ. ശരി ബാ. ഒരു മാഡം. സാറേ
വെളുത്ത പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആരാണെന്ന് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കും മാഡം. സാർ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ എനിക്ക് മുഖം ഓർമ്മയുണ്ട് സാർ. ഒരു മിന്നായം പോലെ കണ്ടാണ് സാറേ ഞാൻ. സാറേ നിങ്ങളീ കാണിക്കണ മര്യാദയല്ല സാറേ. നിങ്ങളുടെ സ്റ്റാഫാണ് എൻ്റെ ഇത് ബില്ല് മേടിച്ചോണ്ട് പോയത്. ഞാനിപ്പോ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? സാർ ഒരു കാര്യം, സാർ ഇന്നലെ വന്നപ്പോ സാറിന്റെ അടുത്ത് ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ രാത്രി മൊത്തം കിടന്ന് തപ്പി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ബില്ല് കൊണ്ടുവന്നത്. ഇപ്പൊ എന്നോട് തന്നെ ബില്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫാണ് സാർ ഇത് മേടിച്ചോണ്ട് പോയത്. ഞാൻ എവിടെ പോയി തപ്പി പിടിക്കാനാണ്? സാറേ ഇവിടെ മൊത്തം ക്യാമറയാണ്. സാറേലും നോക്കായാലും നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ ഒരാൾ സത്യമായിട്ട് ബില്ല് മേടിച്ചോണ്ട് പോയതാണ് സാർ. ഹലോ മാഡം, നിങ്ങൾ ആരോടെ നാടകം കളിക്കുന്നത്? നാടകോ? 75 ക്രെഡിബിൾ ഇയേഴ്സ് ചെറിയ കാര്യമല്ല. പിന്നെ ഇതിനു മുമ്പ് ഇതുപോലെ പല ആൾക്കാർ വന്ന് പല നാടകങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ആരോട് ടൂളാണോ അവരോട് ചെന്ന് പറയുക. ഡോണ്ട് പ്ലേ വിത്ത് അസ്. മനസ്സിലായോ? സാർ ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി സാറേ. പട്ടാപ്പകല് പിടിച്ചു വരയ്ക്കണ പോലെ എന്റെ ഇത് ബില്ല് പിടിച്ചു മേടിച്ചിട്ട് ഇപ്പൊ ഞാനെങ്ങനെ കണ്ടുപിടിക്കാനാണ് സാറേ? മാഡം, ഇങ്ങനത്തെ വൃത്തിയോടൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് ദൈവം പോലും ക്ഷമിക്കൂല. മാഡം, നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കാത്തത്. നിങ്ങൾ ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. അഥവാ വാങ്ങിയതാണെങ്കിൽ നിങ്ങൾ ബില്ല് കൊണ്ടുപോ. വെറുതെ കിടന്ന് നാടകം കളിക്കാം. വെറുതെ ബഹളം വെക്കണ്ട. മനസ്സിലായല്ലോ? വരൂ മാഡം, വരൂ മാഡം. അവര് ബില്ല് മേടിച്ചോണ്ട് പോയി. ഒന്നുമില്ല സാർ, കണ്ടാ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്ന് തോന്നുന്നു. പക്ഷെ തട്ടിപ്പാ. ಅಪ್ಪೋ ನೀವು ಒಂದು ಕಾರಿನ ಚೆಯ್ ಬೆಂಗಳೂರಿನಲ್ಲಿರೋ ನಮ್ಮ 4 ಅಂಗಡಿಗಳಿಂದ 5 ಕೋಟಿ ಕ್ಯಾಶ್ನ ಕಲೆಕ್ಟ್ ಮಾಡಿಟ್ಟಿರೋ. ಶಾರ್ಪ್ 4 ಗಂಟೆಗೆ ಪಾರ್ಟಿ ಆಫೀಸಿಂದ ಗಾಡಿ ಬರುತ್ತೆ. ಏನು ನೋ ಬಿಲ್. ಓಕೆ ಓಕೆ ಓಕೆ. ಏನಾಯ್ತು? ರೆಡಿ ಆಗಿದೆ ಸರ್. ಎಷ್ಟಿದೆ ದುಡ್ಡು? ಸೇಮ್ ಅಮೌಂಟ್ ಸರ್, 2. ಬೆಳಿಗ್ಗೆ ಬೆಂಗಳೂರಲ್ಲಿ ಇರಬೇಕು. ಹಾಂ ಸರ್. ಯಾವ ಗಾಡಿಲಿ ಹೋಗ್ತೀಯಾ? ಸರ್ ಸಿ ಎ ಸರ್ ಗಾಡಿ ಅರೇಂಜ್ ಮಾಡಿದ್ದಾರೆ, ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಗಾಡಿ. ಸೊ ಅದ್ರ ಜೊತೆ ನಾನು ಹೋಗ್ಬಿಡ್ತೀನಿ ಸರ್. ಹುಷಾರು. ಹಾಂ ಸರ್. അമ്മേ. അമ്മ, ഞാൻ ആശുപത്രിയിലേക്ക് പോണേണേ. ഞാൻ ചെന്നിട്ട് വേണം വിനീതിന് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ. എന്നാലും നിങ്ങൾ കഥ അടച്ച് കിടന്നു. മോളെ, നേരെ ഒരുപാട് വൈകി. ആ വിനീതനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ്റെ കൂടെ പോയാൽ പോരായിരുന്നാ? രാത്രിയാകുമ്പോൾ എൻ്റെ പേടിയൊക്കെ പോയി അമ്മ. അമ്മ ഇവിടുന്ന് ഉറങ്ങിക്കോ. ശരി. വാ മോനെ. രേണു, ഇടി നീ ബ്ലേഡുകാരനെ വിളിച്ചായിരുന്നോ? ഇനിയിപ്പോ പലിശയുടെ കാര്യം നോക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നാളെ കൊച്ചിനെ ആശുപത്രി നിറക്കാനല്ല. നീ രാവിലെ തന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചു വെക്കണേ. വിളിച്ചു വെച്ചാൽ മതി. ഞാൻ രാവിലെ വിളിക്കാട്ടെ നിന്നെ. ശരി എന്നാ. സർ, എന്താ കാര്യങ്ങൾ? 11:30 ബാംഗ്ലൂർ കൊച്ചിൻ ഫ്ലൈറ്റിൽ MLA-മാരുടെ ആദ്യ സംഘം എത്തും സർ. ആരെ എസ്കോട്ട്? സലീമും ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹലോ. ആ ചേട്ടാ, ഡോക്ടർ വന്നിരുന്നു. എന്തായ കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല. എന്ത് പറഞ്ഞു ഡോക്ടർ? ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചു. വരുന്നുണ്ടോ? ശരി, നോക്കട്ടെ. പറ്റി ഞാൻ അങ്ങോട്ട് വരാം. ശരി എന്നാ വിളിക്കാം. ശരി സർ. ഹലോ മണി, നീ വീട്ടിലാണോ? അല്ല, ഞാൻ ആശുപത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടീ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. നീ അത് കാര്യമൊക്കെ നമ്മളാരെയും
പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയ കാശല്ലല്ലേ. ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടും അതിന്റെ വിധി അങ്ങനെയാണെങ്കിൽ പോട്ടെ പോലെ. എടീ, നമുക്ക് അവരോടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലേ. എന്തായാലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ശരി. സാറേ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ മൂക്കൊരു മാല മേടിച്ചായിരുന്നു. ഒക്കെയാണ് അനീഷിനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത്. അപ്പോൾ മോശത്തിലായിട്ട് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ പഴയൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് 3.5 പൗണ്ട് മാലയിൽ ശരിക്കും 1.5 പൗണ്ട് സ്വർണ്ണം കൊടുത്തു. ബാക്കി ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞ് വീട്ടിൽ എന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം. ഞാൻ വീട്ടിൽ പോയി കുറേ കൊടുത്തൊരു സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞ ബില്ല് ഞാൻ കൊടുത്തു. പിന്നെ മാനേജർ കൊണ്ട് ബില്ല് വെക്കണേ. എനിക്ക് എന്താ ചെയ്യേണ്ടത്? അവരുടെ ഇടയിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. ആരും മനസ്സിലാവണേ. അപ്പം എല്ലാവരും ചെന്നിട്ട് ഞാനിതൊക്കെ കള്ളിയിൽ പോയി തള്ളി പുറത്താക്കിയ സമയം ഈ വിവരമൊക്കെ പറയാൻ വേണ്ടി ഞാൻ രാവിലെ വക്കീലെടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയണേ, ഞാൻ ഈ പോലീസ് വിളിച്ചോണ്ട് പോയി ജോലിക്കാരൻ പനി നല്ല പിടിക്കാനായിട്ട് പഠിക്കണേ. അവന് പരീക്ഷ എഴുതാനും പറ്റിയില്ല. എനിക്ക് വൈകുന്നേരം ഇന്ന് എൻ്റെ മോളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം സാറേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യണം സത്യമായിട്ടും അറിയാൻ പാടില്ല. അനീഷിനൊന്ന് വിളിച്ചേ. അല്ല, നമ്പർ ഒന്ന് എടുത്തേ. ആ 9847072269. ആ അനീഷല്ലേ, ഇത് സൗത്ത് പോലീസ് സ്റ്റേഷനാ. HR ജ്വല്ലറിയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. ആ താനേതാ? അനീഷ സാറ് വിളിപ്പിച്ചായിരുന്നു. എവിടെ ജോലി? ഇവിടെ രവിപുരത്ത് സാറേ, അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ. അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ രവിപുരത്ത്. അതിനു മുമ്പാ HRR ജ്വല്ലറിയിലായിരുന്നു. ഇതൊന്ന് നോക്കിയേ, അറിയുമെന്നോ? ഇത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഇത് ഇവരവിടുന്ന് വാങ്ങിയതാണാ? കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുമാരേട്ടൻ ലീവിന് വന്നപ്പോൾ അവിടുന്ന് വാങ്ങിയതാ. അതാരാ ശ്രീകുമാർ? ചേച്ചിയുടെ ഹസ്ബൻഡാ സാറേ. എൻ്റെ ഹസ്ബൻഡ്. ഞാൻ നിർബന്ധിച്ചാ സാറേ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തത്. ഞാൻ തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തത് സാറേ. അപ്പൊ താനാണ് ഇവർക്ക് ഈ പണി വാങ്ങിച്ചു കൊടുത്തത് അല്ലേ? അല്ല സാറേ, നമ്മൾ സാർ, എടോ, ഈ സ്വർണ്ണം ഒന്ന് തൂക്കണമല്ല. ആര് പോവും? ജെയിംസിന് വിടാം സാർ. അത്യാവശ്യമാണ്. ആ മഹേഷ് ജ്വല്ലറി പോയാൽ മതി. താൻ എത്ര നാൾ ജ്വല്ലറിയിൽ ജോലിക്കുണ്ടായിരുന്നോ? ഞാൻ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു സാറേ. ഡിസംബറിലാണ് ഇറങ്ങിയത്. അപ്പൊ തനിക്കറിയില്ലായിരുന്നോ അവന്മാരുടെ ഈ തരികട? അയ്യോ സാറേ, ഞാൻ ചേച്ചിയായിട്ട് എത്ര കാലത്തെ പരിചയം സാറേ. നമ്മളങ്ങനെയൊന്നും. അവൻ്റെ മൊഴി എടുക്ക്. സാർ, സാർ ആ ജ്വല്ലറിയുടെ നമ്പർ അതിലുണ്ട്. വാ. ഹലോ, സൗത്ത് സ്റ്റേഷനിൽ SI ആ മാനേജർക്കൊന്ന് ഫോൺ കൊടുത്തേ. നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ, ഒരു രാധാമണി. സാർ, ആ മാലയുടെ ഇഷ്യൂ ആണോ? അതെ അതെ, കേട്ടിടത്തോളം അതൊരു ജെന്യുവൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നണം. സാർ, അതൊരു ഫേക്ക് ഇഷ്യൂ ആണ്. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല. അവരെ മറ്റൊരു. നിങ്ങളൊന്ന് പുറത്തിരുന്നേ. സോറി. ഹലോ ഹലോ സാർ. ഇഷ്യൂ ഫേക്ക് ആണോ അല്ലയോ എന്ന് താനാണ് തീരുമാനിക്കണത്. കാര്യങ്ങൾ നല്ലോണം ബോധ്യപ്പെട്ടിട്ട് തന്നെ ഞാൻ വിളിക്കണത്. നീ കൂടുതൽ വർത്താനം പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും. അവരിവിടെ സ്റ്റേഷനിലുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങോട്ട് വിട്ട് ഇവിടെ വെച്ച് അങ്ങോട്ട് തീർത്തോ, ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. സാർ, ഒരു 10 മിനിറ്റ് ഇപ്പം തിരിച്ചു വിളിക്കാം. ശുദ്ധ തെമ്മാടിത്തര സാർ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതിവരുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ CA സാർ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. സാർ, തൂക്കത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർണ്ണം 1.5 പവനേ ഉള്ളൂ, ബാക്കി മുഴുവൻ മെഴുകിൻ്റെ. സാർ, SI ആണ്. ഹലോ സാർ, ഞാൻ CA സാറായിട്ട് സംസാരിച്ചിരുന്നു. സാറിൻ്റെ കാര്യങ്ങളൊക്കെ കൺവിൻസ് ആയിട്ടുണ്ട്. CA സാർ സാറിനെ വിളിക്കും. സാറേ, ഞങ്ങൾക്കിവിടെ നല്ല പീക്ക് ടൈമാണ്. ഇപ്പോൾ ഒരാളെ അങ്ങോട്ട് അയക്കാന്ന് വെച്ചാൽ. നിങ്ങളോട് ഒരാളയക്കാൻ പറഞ്ഞത് CI അല്ല, SI ആണ്. മനസ്സിലായ?
ഇതാണോ സ്റ്റാർ പറഞ്ഞു പോയാ? തനിക്ക് അവിടെ പീക്ക് ടൈം ആണല്ലേ? ഇയാൾ ഇങ്ങോട്ട് വരണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. എന്തായി? ഒന്ന് പുറത്തോട്ട് നിന്ന്. ആരെ വിളിച്ചാലും ഞാനിവിടെ ഇല്ല. ശരി സാർ. ഹലോ. ആ സാർ. സാർ എസ് ഐ സാർ പുറത്തു വരികയല്ലോ സാറേ. ഒരു 10 മിനിറ്റായി. ശരി സാർ. CS സാറാ. താൻ പോയിക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ശരി സാർ. തിരുവനന്തപുരം പെരൂർക്കട സ്റ്റേഷനിൽ ഇതേ ജ്വല്ലറിയുടെ പേരിൽ 2 കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് എടുത്തേ. ആ സാർ. പെരൂർക്കട സ്റ്റേഷനിൽ SI ആരാ? ജോർജ് വർഗീസ്. 2 കേസിന്റെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് പെട്ടെന്ന് തന്നേ. എനിക്കത് കേട്ടിട്ട് ഒരു ജെന്യൻ കേസാന്നാ തോന്നുന്നത്. അമരാസിലേക്ക് ഇട്ട് പണി കൊടുത്ത് തന്നെയാണ്. അല്ല, നമ്മളിപ്പോ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? എന്താ വേണ്ടത്? അവരുടെ അടുത്ത് ഇങ്ങ് വരാൻ പറ, നോക്കാം. ആ അമ്മേ, ഞാൻ സ്റ്റേഷനിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സാറ് വിളിക്കുന്നു. ദിനേശേ, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. സാർ, ഈ സ്വർണം അത് അവരുടെ അടുത്ത് കൊടുത്തേര്. ഈ ബില്ല് സൂക്ഷിച്ചു വെക്കണം. നമുക്ക് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാം. ആര് ഫോൺ ചെയ്താലും എടുക്കണ്ട. നേരെ നിങ്ങൾ കോഫി ഓഫീസിലോട്ട്. എടി, ഞാനിവിടെ കടയിലെത്തി, ആളെ കാണാനില്ലല്ലോ. ഹലോ. ആ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. രേണി ചേച്ചി പറഞ്ഞ ആളല്ലേ? ആ അതെ. ആ വാ. 2 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. ആ, എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ, ഞാൻ കണ്ടു അങ്ങോട്ട് വിളിക്കാം. രേണി ചേച്ചിയാ? ആ അതെ. ചേട്ടാ, ശിവൻ ചേട്ടൻ പോയോ? സാറ് പോയോ? ആ, കാര്യം നടന്നാ പോരെ ശശി. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. 40 അല്ലേ? അതെ. ആ, ഡോക്യുമെന്റ്സ് ചെക്ക്. ചെക്ക്. എന്താ ഈട്? ഈടോ? ആ, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തോന്നാ ചേട്ടാ ഇത്? ഞാൻ ഗ്യാരണ്ടി അല്ലേ, ചെറിയ ക്യാഷ് അല്ലേ. ഒരു ആശുപത്രി കേസാ, ചേട്ടൻ കാശ് കൊടുക്ക്. സാറ് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. ഈടില്ലാതെ ആർക്കും 5 പൈസ കൊടുക്കണ്ടെന്ന്. മുമ്പത്തെ പോലെ അല്ല ശശി ഇപ്പം. കാര്യങ്ങളൊക്കെ നിനക്കറിയാൻ മേലേ. എന്താ ഇപ്പൊ ഈട് വെക്കുന്നത്? വല്ല ഗോൾഡോ മറ്റോ? ഗോൾഡൊന്നും ഇല്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഇല്ലേ? ആ, വണ്ടിയുടെ ഉണ്ട്. ചേട്ടാ, വണ്ടിയുടെ ബുക്കും പേപ്പറും ധാരാളം. ഒന്നെടുത്തിട്ട് വേഗം വാ. രേണു, അത് കിട്ടിയിട്ടില്ല. അവര് ഈട് വേണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ ബുക്കും പേപ്പർ എടുക്കാൻ പോണേണ്. 2 കോപ്പി. ഹലോ. ആ അമ്മ. അമ്മ, എനിക്കതല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അതിനാണ്. ആ, 10 മിനിറ്റ്. ആ, ശശിയുടെ ഉത്തരവാദിത്തത്തിലാ കൊടുക്കുന്നേ. അതിപ്പോ പറയാണ്ട് ചേട്ടാ. അവസാനം എന്നെ ശശി ആക്കരുത്. ഇതേ ചേട്ടാ ബുക്ക്. ഓ, ആ ഇതാ മേടിച്ചോ. ചേട്ടാ, ഒരു പേപ്പർ എന്തെങ്കിലും ഉണ്ടോ? അതെ, പലിശ കൃത്യമായിട്ട് തന്നെ അടയ്ക്കണം. അത് സാറിന് നിർബന്ധമുള്ള ഒരു കാര്യം. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് ചേട്ടാ. ഒന്ന് പിടിച്ചേ. കോളാരാ? കാണിച്ചേ. അമ്മമ്മയാണ്. ഹലോ. ആ അമ്മ. ഹലോ മോളെ, ഇവിടെ ഹോസ്പിറ്റലുകാരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇല്ലില്ല, ഞാനിപ്പോൾ എത്തും. ശരി ശരി. എന്താമ്മേ? അമ്മമാരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. കാശിനും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ബാഗ് എടുക്ക.